So, welcome back, dear friends. Welcome back, dear students. Today, we'll be dealing with design of singly reinforced rectangular sections for flexure. ഇത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോണത് ഡിസൈനാണ്. ഡിസൈൻ എന്ന് പറയുമ്പം നമുക്ക് സാധാരണഗതിയിൽ ഒരു പ്രോബ്ലത്തിൽ തരുന്ന കണക്കുള്ള ബേസിക് എല്ലാ റിക്വയർമെൻറ്റ്സും തരുന്നില്ല, നമ്മളിവിടെ കണ്ടുപിടിച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മളിവിടെ ഡിസൈൻ ചെയ്ത് കണ്ടുപിടിച്ചെടുക്കണം. പണ്ട് പ്രോബ്ലത്തിൽ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് ജസ്റ്റ് ഒരു അഭ്യാസ പ്രകടനമായിരുന്നു, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അഭ്യാസം, അല്ലെങ്കിൽ എന്താ പറയുക, ഇറ്റ് വാസ് ജസ്റ്റ് എ പ്രാക്ടീസ്. മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പല കണ്ടീഷൻസ് തരും. മൊമെൻ്റ് തരും, ബീമിൻ്റെ ക്രോസ് സെക്ഷൻ തരും, ഏത് ടൈപ്പ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നതെന്ന് തരും. അങ്ങനെ പല കാര്യങ്ങൾ, പല ഡീറ്റെയിൽസ് തന്നിട്ട് നിങ്ങളോട് പറയും മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം, അത്ര എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഡിസൈൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വ്യത്യാസം വരും. അവിടെ ചിലപ്പോൾ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് തന്നിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറയുക. അല്ലെങ്കിൽ ചിലപ്പോൾ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിലേക്ക് അറൈവ് ചെയ്യാൻ വേണ്ടി ലോഡ് തന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നിട്ട് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിലേക്ക് അറൈവ് ചെയ്തിട്ട് ബീമിൻ്റെ എത്രത്തോളം ബാക്കി കാര്യങ്ങൾ വേണം എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ബീമിന് എത്ര ക്രോസ് സെക്ഷൻ വേണം, ചിലപ്പോൾ നമുക്ക് സ്പാൻ അറിയാമായിരിക്കും. ഇത്ര സ്പാനിൽ നമുക്കൊരു ബീം വേണം, ഇതാണ് കോളവും തമ്മിലുള്ള അകലം. ഈ ഒരു അകലത്തിൽ കോളവും തമ്മിൽ നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു സ്പാൻ ഓഫ് ബീമാണ് നമുക്ക് അത്രയും സ്പാൻ നമുക്ക് അവൈലബിൾ ആണ്. ആ സ്പാനിൽ ഒരു പക്ഷേ ഇത്ര ലോഡ് വന്നേക്കാം ആ ബീമിൻ്റെ പുറത്ത്. അങ്ങനെയാണെങ്കിൽ ആ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ എത്ര വേണ്ടി വരും, ആ ബീമിന് എത്ര AST വേണ്ടി വരും. AST എന്ന് പറയുന്നത് ആ ബീമിലേക്ക് എത്ര ഏരിയ ഓഫ് സ്റ്റീൽ വേണ്ടി വരും, ആ ബീമിലേക്ക് എത്ര ക്രോസ് സെക്ഷണൽ ആയിരിക്കുന്ന ഇത് വേണ്ടി വരും, സ്റ്റീൽ വേണ്ടി വരും, ഏതുതരം സ്റ്റീൽ യൂസ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ കണ്ടുപിടിക്കുക. ഇതാണല്ലോ നമ്മുടെ ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ബീമിൻ്റെ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻസ് എത്ര വേണം, ചില കേസിൽ അതായിരിക്കും കണ്ടുപിടിക്കുക. അല്ല, വേറെ ഇതാണ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കുക. പിന്നെ ഈ AST, ഏരിയ ഓഫ് സ്റ്റീൽ എത്ര വേണം. ഇത്രയും കാര്യങ്ങളാണ് ഡിസൈൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് തൽക്കാലത്തേക്ക്. പിന്നെ അടുത്ത കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ബീമാണ്, അതും സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീമാണ്. അപ്പം പിന്നെയും ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്താണ് സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം? സിംഗ്ലി റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഒരു വശത്ത് മാത്രം റീഇൻഫോഴ്സ്മെൻ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ടെൻഷൻ ഉള്ള സൈഡിൽ മാത്രം നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് മാത്രമേ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അത് അതായത് ഏത് വശത്തേക്കാണോ ബെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫ്ലെക്ചറാണ് അടുത്ത കണ്ടീഷൻ എന്ന് വെച്ചാൽ, ഇവിടെ ബീമിലേക്ക് ലോഡ് ആക്ട് ചെയ്തിട്ട് ബീം ബെൻഡ് ചെയ്യാൻ പോവുകയാണ്. ആ ഒരു കണ്ടീഷൻ നമ്മളിവിടെ മനസ്സിലാക്കുന്നു. അപ്പം ഇങ്ങനെ ബീം ബെൻഡ് ചെയ്യുന്ന സമയത്ത് എവിടെ ടെൻഷൻ ആക്ട് ചെയ്യുന്നു, ആ ടെൻഷനുള്ള സ്ഥലത്തേക്ക് മാത്രം റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന കണ്ടീഷനിൽ ഈ ബീമിൻ്റെ ഡയമെൻഷൻസ് AST ഡിസൈൻ ചെയ്യുന്ന പ്രക്രിയയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ അറിയാവുന്ന ചിലപ്പോൾ സ്പാനായിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ വരാൻ പോകുന്ന ലോഡായിരിക്കും. ആ ലോഡിൽ നിന്ന് വരാൻ പോകുന്ന മൊമെൻറ്റും ഫാക്റ്റഡ് ആയിരിക്കുന്ന മൊമെൻറ്റും ഒരുപക്ഷെ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. പിന്നെ നമുക്കറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് ഏത് തരം സ്റ്റീലാണ് യൂസ് ചെയ്യാൻ പോണത്. അതിപ്പോൾ നമ്മളാണല്ലോ ഡിസൈൻ ചെയ്യാൻ പോണത്. FE 250 ആണോ, FE 415 ആണോ, FE 500 ആണോ നമ്മൾ യൂസ് ചെയ്യാൻ പോണതെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാവും. അപ്പം അത് നമുക്കറിയാമായിരിക്കും. മറ്റൊരു കാര്യം അറിയാവുന്ന നമ്മുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ളത് ഇതിൻ്റെ ഗ്രേഡാണ്.
അപ്പോൾ ഈ M20 ആണോ M30 ആണോ M35 ആണോ എന്ന് പറഞ്ഞ് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിൻ്റെ ആദ്യ ഘട്ടത്തിൽ ഇതെന്താണ് എന്ന്, ഏത് ടൈപ്പ് ഓഫ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യാൻ പോണത് എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്യും. അപ്പോൾ ആ ഒരു വാല്യൂ നമ്മുടെ കാണും. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന കാര്യത്തിലേക്ക്, അല്ലെ ഡിസൈൻ പ്രൊസീജിയറിലേക്ക് കടക്കുന്നത്. ഇനിയൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഇനി നമുക്ക് മുന്നോട്ട് കുറച്ച് പോകാം. അങ്ങനെ പോകുമ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എയിം, നമ്മുടെ ലക്ഷ്യം എന്താണ് ഇവിടെ. ഒന്നെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നമുക്ക് സ്മോൾ ബി എന്ന് പറയുന്ന ബ്രെഡ്ത്ത് നമുക്കറിയത്തില്ല, ബീമിൻ്റെ എത്ര കൊടുക്കണമെന്നുള്ളത്. ലോഡും കാര്യങ്ങളൊക്കെയാണ് അറിയാവുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാര്യം വെച്ചിട്ട് എത്ര ബ്രെഡ്ത്ത് കൊടുത്താൽ ഈ ലോഡ് താങ്ങാൻ പറ്റും നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. ക്യാപിറ്റൽ ഡി, ഓവറോൾ ഡെപ്ത്ത്, അതും അറിയില്ല, കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുകയോ ഫിക്സ് ചെയ്യുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിലേക്ക് അറൈവ് ചെയ്യണം. ഫൈനലി ആ ഒരു ക്രോസ് സെക്ഷൻ കൊടുത്തിട്ട് ഇന്ന AST കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന സ്റ്റീൽ ഇന്ന ഡയമീറ്റർ, ആ ക്രോസ് സെക്ഷനിൽ ഇന്ന AST കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന പോലെ ഈ ലോഡൊക്കെ താങ്ങും. അങ്ങനെ ആ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന ക്രോസ് സെക്ഷൻ ഇന്ന AST, ആ ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷന് ഇന്ന AST ഏരിയ ഓഫ് സ്റ്റീൽ ഉണ്ടെങ്കിൽ ഈ പറയണ ലോഡ് വരുമ്പോൾ അത് റെസിസ്റ്റ് ചെയ്തോളും. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ലോഡ് ഒരു ബീമിലേക്ക് ആക്ട് ചെയ്യുമ്പം, ബീമാണ് ഇപ്പോൾ നമ്മുടെ കൺസിഡറേഷൻ, അതുകൊണ്ട് ബീമിലേക്ക് ആക്ട് ചെയ്യുമ്പം ആ ബീമിലേക്ക് വരുന്ന ആ ലോഡ് കാരണം ഒരു മൂവ്മെൻ്റ് ഉണ്ടാവും. അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ടൊരു മൂവ്മെൻറ്റ് ബീമിൻ്റെ ഉള്ളിൽ നിന്ന് ആക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ലോഡ് കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റിനേക്കാളും കൂടുതലായിരിക്കണം മാക്സിമം ലിമിറ്റ്, കൊളാപ്സ് ചെയ്യുന്നത് വരെയുള്ള കണ്ടീഷൻ വരുന്ന കണ്ടീഷൻ വരെയുള്ള മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ബീമിൻ്റെ. എന്നുവെച്ചാൽ ഒരു ബീം കൊളാപ്സ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വരെയുള്ള മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണല്ലോ അതിൻ്റെ മാക്സിമം മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. അതാണ് അതിൻ്റെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് മാക്സിമം കണ്ടീഷനിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ലെവൽ വരെയുള്ള വരുന്ന മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദ ആക്ടിങ് മൊമെൻറ്റ് ഓർ ദ മൊമെൻറ്റ് ദാറ്റ് ഈസ് ഗോയിങ് ടു ആക്ട് ഓർ ദാറ്റ് ഹാവ് ചാൻസസ് ടു കം അപ്പോൺ ദ ബീം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഡ് എന്നുള്ളത് അവിടെ അറിയാം, എത്ര ലോഡ് വരാൻ സാധ്യതയുണ്ട്, ആ ലോഡ് കാരണം എത്രത്തോളം മൊമെൻ്റ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം കൊളാപ്സ് ചെയ്യുന്ന കണ്ടീഷനിലേക്ക് വരാൻ സാധ്യതയുള്ള മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം മൊമെൻ്റ് റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ബീമിന് പ്രവർത്തിക്കാൻ സാധിക്കും. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു ബീം ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു കൺസെപ്റ്റ് അതാണ്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ മറ്റൊരു ആസ്പെക്റ്റ് കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഈ പറഞ്ഞ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസും മൊമെൻറ്റും ഒക്കെ കൺസിഡർ ചെയ്യുമ്പം മൊമെൻ്റ് ആക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഫാക്റ്റേഡ് മൊമെൻ്റാണ് കൺസിഡർ ചെയ്യുന്നത്. എന്തിനാണ് അത് കൺസിഡർ ചെയ്യുന്നത്? അതൊക്കെ ഡിസൈൻ ഫിലോസഫിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഈ ഫാക്റ്റേഡ് മൊമെൻ്റ് കൺസിഡർ ചെയ്യുന്നത് വേറൊന്നിനുമല്ല, ആക്ച്വലി വരാൻ സാധ്യതയുള്ള മൊമെൻറ്റിനേക്കാൾ ഒരു ഹയർ വാല്യൂ നമ്മൾ അങ്ങ് അസ്യൂം ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. അതാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റിയിലൂടെ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ സാധാരണ അങ്ങനെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ഫാക്റ്റേഡ് ലോഡിൽ നിന്ന് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉപയോഗിച്ച് ഫാക്റ്റേഡ് മൊമെൻറ്റ്, ആക്ച്വലി വരാൻ സാധ്യതയുള്ള മൊമെൻറ്റിനേക്കാളും ഹയർ ആയിരിക്കുന്ന ഒരു വാല്യൂ ഉള്ള മൊമെൻറ്റ്, അതിനേക്കാളും ഹയർ ആയിരിക്കണം
നമ്മുടെ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിടുക. എന്താണ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? ബീമിൻ്റെ ഉള്ളിൽ നിന്ന് ആക്ട് ചെയ്യുന്ന മൊമെൻറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പ്രവർത്തിക്കുന്ന ആ ഒരു മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഇത്രയും കൺസെപ്റ്റ് ഉണ്ട്. ഇതിനകത്ത് വേറൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്. ഈ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ആ ബീം ഫെയിൽ ചെയ്യുന്നതിന് തൊട്ട് മുന്നുള്ള സമയത്തുള്ള മൊമെൻ്റാണ്. അതാണ് മാക്സിമം മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ആ വാല്യൂ എന്ന് പറയുന്നത് ഷുഡ് ബി ഓൾവേസ് ഹയർ ദാൻ ദ ഫാക്ടേർഡ് മൊമെൻറ്റ് ദാറ്റ് ഈസ് ഗോയിങ് ടു ആക്ട് അപ്പോൺ ദ ബീം ഡ്യൂ ടു കറണ്ട് ഓർ പോസിബിൾ ലോഡ് കണ്ടീഷൻസ്. ഈ ഒരു കൺസെപ്റ്റ് ഉള്ളിലില്ലാതെ ഇതിലേക്ക് പോകാൻ പറ്റില്ല. മുമ്പ് പഠിപ്പിച്ചിട്ടൊക്കെ ഉള്ളതാണ്, ബട്ട് സ്റ്റിൽ ഐ സേ ദിസ് ആസ് ആൻ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ അതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ആസ് യു നോ, ദ ബേസിക് റിക്വയർമെൻറ്റ് ഫോർ സേഫ്റ്റി അറ്റ് ദ ലിമിറ്റ് ഓഫ് കൊളാപ്സ് ഇസ് ദാറ്റ് ദ ഫാക്ടേർഡ് മൊമെൻറ്റ് MU because of loads should not exceed the ultimate moment of resistance MU limit of the section and the failure should be ductile. ഈ ഒരു പോയിന്റ് ഞാൻ ആഡ് ചെയ്തില്ല. ഫെയിലിയർ ഷുഡ് ബി ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേറെ അസംഷനകത്ത് വരുന്നത് ഈ ഫെയിൽ ചെയ്യുന്ന ബീം എപ്പോഴും ഡക്റ്റൈലായിട്ടേ ഫെയിൽ ചെയ്യത്തുള്ളൂ. ഒടിഞ്ഞു പോവുകയല്ല, ഈൽഡ് ചെയ്ത് ഫെയിൽ ചെയ്യത്തുള്ളൂ. അതും ഒരു കണ്ടീഷനാണ്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കിനി മുന്നോട്ട് പോകാം. സോ അക്കോർഡിംഗ് ടു ദിസ് വി നോ ദാറ്റ് MU ഫാക്ടേർഡ് മൂവ്മെൻറ്റ് should be less than or equal to MU limit, that is moment of resistance. ഇനി ഇങ്ങനൊരു ഇക്വേഷൻ ഉള്ളപ്പോൾ നമുക്കിതൊന്ന് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൽ ഓൾവേസ് ഇക്വേറ്റ് ഇറ്റ്. രണ്ടും ഈക്വൽ ആണെന്ന് പറയും. ഇപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നൊരു സൈനുള്ള ഒരു ഇക്വേഷനിൽ നമുക്ക് അൺനോൺസ് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അത് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഇട്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ MU is equal to MU ലിമിറ്റ് അതും ഇട്ട്. ഇനി നിങ്ങൾ മുന്നേ പഠിച്ച ഒരു പോർഷനിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് MU ലിമിറ്റ്? MU ലിമിറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0.36 FCK ഇൻറ്റു XU max by D ഇൻറ്റു 1 - 0.42 XU max by D BD സ്ക്വയർ. ഇതൊക്കെ പഠിച്ചതാണെങ്കിലും ഇത്രയും ലെവൽ എത്തിക്കഴിയുമ്പോൾ അതുകൂടെ കോംപ്രിഹെൻഡ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഇത്ര ബുദ്ധിമുട്ടായിരിക്കും. സോ കോഡ് സിംപ്ലിഫൈ. You can use the code IS 456 page 96 clause G1C. അവിടെ ഇത് പറയുന്നുണ്ട്. ഈ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണാതെ പഠിച്ച് കോംപ്രിഹെൻഡ് ചെയ്യണം എന്ന് പറയുന്നില്ല. മുന്നേ പഠിച്ചെങ്കിലും ഇത് കോഡിലുള്ളതുകൊണ്ട് യു ക്യാൻ റെഫർ ദ കോഡ്, യു ക്യാൻ യൂസ് ദ കോഡ് ഡ്യൂറിങ് എക്സാംസ്. ഇനി ഇതിൽ നിന്ന് എന്താ ചെയ്യേണ്ടത്? യു ഹാവ് ടു റീറൈറ്റ് the equation as MU limit is equal to 0.36 XU max by D into 1 - 0.42 XU max by D BD square FCK. അതായത് നേരത്തെ ഇക്വേഷനിൽ FCK 0.36 ശേഷമായിരുന്നു. ആ FCK എടുത്ത് ലാസ്റ്റ് കൊണ്ടിട്ടു. സിമ്പിൾ. ആ ഇക്വേഷൻ അങ്ങനെ നിൽക്കുക. ഇനി ഇപ്പോൾ ചെയ്യുന്നത് എന്താ? വി ആർ ടേക്കിംഗ് RU is equal to 0.36 FCK XU max by D into 1 - 0.42 XU max by D എന്ന് പറഞ്ഞ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എന്നുവെച്ചാൽ നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ RU is equal to ഈ ഒരു വാല്യൂ കൊടുക്കുക. അപ്പം അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഐ ക്യാൻ ഡയറക്റ്റ്ലി റൈറ്റ് MU is equal to RU BD സ്ക്വയർ. ഈ MU ലിമിറ്റ് എന്ന് പറയുന്നത് MU ആയിട്ട് നമ്മൾ ആദ്യം എഴുതി. അപ്പം അതിനകത്ത് RU എന്ന് പറയുന്നത് ഇതാണെന്ന് എഴുതി. അപ്പോൾ പിന്നെ MU is equal to RU BD സ്ക്വയർ. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത കാര്യം. അപ്പോൾ MU is equal to RU BD സ്ക്വയർ. ഇനി അടുത്ത കാര്യം മനസ്സിലാക്കേണ്ട എന്താണ്? ഈ RU BD സ്ക്വയറിനകത്ത് അല്ലെങ്കിൽ MU എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ എഴുതി വെക്കുമ്പോൾ മറ്റൊരു കാര്യം, ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ നമുക്ക് കിട്ടുകയാണെന്ന് വെച്ചാൽ, അപ്പം നമ്മളൊരു പർട്ടിക്കുലർ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റും ഒരു പർട്ടിക്കുലർ ഗ്രേഡ് ഓഫ് സ്റ്റീലും യൂസ് ചെയ്യുന്ന സമയത്ത്
ഈ ആർ യു ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതാണ് അടുത്ത കൺസെപ്റ്റ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ആർ യു എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും, ആർ യു മാത്രം. കാരണം ആർ യുവിൻ്റെ വാല്യൂ എന്താ? 0.36 എഫ് സിക്ക് എക്സ് യു മാക്സ് ബൈ ഡി ഇൻറ്റു 1 - 0.42 എക്സ് യു മാക്സ് ബൈ ഡി എന്ന് പറയുന്നതാണ് ആർ യുവിൻ്റെ ഇക്വേഷൻ. അതിനകത്ത് ആർ യു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതെങ്ങനെയാണ്? അപ്പോൾ ഈ ആർ യു കോൺസ്റ്റൻ്റ് ആകുന്ന സമയത്ത് ഈ മൊമെൻ്റ് ഉണ്ടല്ലോ, എം യു എന്ന് പറയുന്നത്, ഇസ് കോൾഡ് ലിമിറ്റിംഗ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഫാക്ടർ. ഇനി ഈ ആർ യു എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആർ യുവിനകത്ത് ആ ഇക്വേഷനകത്ത് അൺനോൺ ആയിട്ട് ഒരു കാര്യം വെച്ചാൽ എഫ് സി കെ ആണ്. അപ്പോൾ ഈ എഫ് സി കെ എന്ന് പറയുന്ന സംഭവം ആർ യു എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ നോക്കുക. ആർ യു സിക്കൽ 0.36 എഫ് സി കെ എക്സ് യു മാക്സ് ബൈ ഡി 1 - 0.4 അങ്ങനെ കിടക്കുക. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, എഫ് സി കെ എപ്പോഴും ഒരു പർട്ടിക്കുലർ ഇതിന് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഉണ്ടെങ്കിൽ M15 ആയിരിക്കും, അല്ല M20 ആയിരിക്കും, അല്ല M30 ആയിരിക്കും, അല്ല M15 ആയിരിക്കും, അല്ല M35 അങ്ങനെ പോകും. അപ്പോൾ അത് പോകുന്നതനുസരിച്ച് എഫ് സി കെ സിക്കൽ 20, 15, 20, 25, 30, 35, 40 എന്ന് പറഞ്ഞാൽ പോകും. അപ്പോൾ ഒരു പർട്ടിക്കുലർ കേസ് അത് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ എക്സ് യു മാക്സ് ബൈ ഡിയുടെ കേസ് മുമ്പ് ഞാൻ പഠിപ്പിച്ചതാണ്. എക്സ് യു മാക്സ് ബൈ ഡി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഗ്രേഡ് ഓഫ് സ്റ്റീലിന് കോൺസ്റ്റൻ്റ് ആയിരിക്കും. എക്സ് യു മാക്സ് ബൈ ഡി എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഇക്വേഷൻ അത് ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ അത് ചെയ്തു വരുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ FE 250 ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ FE 415 ആണ് യൂസ് ചെയ്യുന്നത്. അതിനൊക്കെ കോൺസ്റ്റൻ്റ് ആണ്. എക്സ് യു മാക്സ് ബൈ ഡി എന്ന് പറയുന്ന വാല്യൂ ഇതായിട്ട് വരും. ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ FE 250 എന്ന് പറയുന്നതിന് ആർ യു എന്ന് പറയുന്നത് 0.149 എഫ് സി കെ ആണ്. ഇനി FE 415 ആർ യു എന്ന് പറയുന്നത് 0.138 എഫ് സി കെ ആണ്. FE 500 ആർ യു എന്ന് പറയുന്നത് 0.133 എഫ് സി കെ ആണ്. ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. എക്സ് യു മാക്സ് ബൈ ഡി എന്ന് പറയുന്നത് മുമ്പ് പഠിപ്പിച്ച പോർഷൻ കൂടെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിനകത്ത് എഫ് സി കെ ഇത് ഇറങ്ങി M15 എഫ് സി കെ 15 ആണ്, M20 എഫ് സി കെ 20 ആണ്. അത് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ, ആർ യു കോൺസ്റ്റൻ്റ് ആണ്. ഇനിയിപ്പം അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് മുന്നോട്ട് പോകുമ്പോൾ ബി ഇൻറ്റു ഡി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഡയമെൻഷൻസ് ഓഫ് ദ സെക്ഷൻ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് ടാസ്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെലക്ട് ദ വാല്യൂ ഓഫ് ബി ടു ബി സ്മോൾ d by 2 to d by 3. അപ്പോൾ ചോദിക്കും, ഇതിനകത്ത് എന്താ അറിയാവുന്നത്? നിങ്ങൾ വെറുതെ അസ്യൂം ചെയ്യുകയാണ് ബി സിക്കൽ ടു d by 2 ഓർ ബി സിക്കൽ d by 2 to d by 3 വെറുതെ എഴുതി വെക്കുക. കാരണം ബിയും അറിയത്തില്ല, ഡിയും അറിയത്തില്ല, ക്യാപിറ്റൽ ഡിയും അറിയത്തില്ല. പിന്നെ വെറുതെ എഴുതി വെക്കുകയാണ് ബി സിക്കൽ d by 2 to d by 3, അല്ലെങ്കിൽ ബി സിക്കൽ d by 2 വെറുതെ ഏതെങ്കിലും ഒരു വാല്യൂ അങ്ങോട്ട് എഴുതുക. ഒന്നെങ്കിൽ ബി സിക്കൽ d by 2 അല്ലെങ്കിൽ ബി സിക്കൽ d by 3. രണ്ടും അറിയത്തില്ല, ബിയും അറിയത്തില്ല, ഡിയും അറിയത്തില്ല. ഓക്കെ ഫൈൻ, എഴുതി വെച്ചു. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഫൈനൽ നമ്മൾ കുറേ സ്റ്റെപ്പുകൾ ചെയ്ത് വരുമ്പോൾ വി ക്യാൻ അറൈവ് അറ്റ് എ പർട്ടിക്കുലർ വാല്യൂ ബിക്കോസ് വി നോ സംതിങ്. അതെങ്ങനെ? വിൽ ഗോ ഫോർവേഡ്. ലെറ്റ് us see. The effective depth of the section is obtained from above as mu is equal to RUBD square. അത് ഉറപ്പാണല്ലോ. mu വാല്യൂ ഉണ്ട്, R കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ബി ഡി സ്ക്വയർ എന്ന് പറയുന്ന സംഭവമാണ് നമുക്കിപ്പോൾ അറിയാത്തത്. ബി ഡി സ്ക്വയർ അറിയത്തില്ല, mu കണ്ടുപിടിക്കാം, ആർ യു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഡി സ്ക്വയർ ഇസ് ഇക്വൽ ടു mu ബൈ ആർ യു ബി എന്നിട്ട്. ഓക്കെ, ഇനി ഡി ഇസ് ഇക്വൽ ടു റൂട്ട് ഓഫ് mu ബൈ ആർ യു ബി. ഇതിനകത്ത് mu ആർ യും നമുക്ക് വേറെ രീതിയിൽ കണ്ടുപിടിക്കാം. ബിയും ഡിയും നമുക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താക്കി? ഡി റിക്വയർഡ് ഇസ് ഇക്വൽ ടു റൂട്ട് ഓഫ് mu ബൈ ആർ യു ബി. ഓക്കെ, ഇത് ചെയ്ത് വെച്ചിട്ട് ഈ ബി സിക്കൽ നിങ്ങൾ സെലക്ട് ചെയ്ത് d by 2 ആണോ d by 3 ആണോ എന്നൊക്കെ ഉള്ള വെച്ചിട്ട് ആ ബിക്ക് d by 2 d by 3 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡി റിക്വയർഡിന് ഒരു വാല്യൂ കിട്ടും. മനസ്സിലായോ? ബി സിക്കൽ ടു d by 2 d by 3 എന്നൊക്കെ പറഞ്ഞ് അസ്യൂം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ അസ്യൂം ചെയ്തിരിക്കുന്ന d by 2 d by 3 നിങ്ങളുള്ള ഇവിടെ ഇട്ട് കൊടുത്തോ, ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്തോ. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് ഡി റിക്വയർഡ് ഇസ് ഇക്വൽ ടു, അതായത് ഡി തന്നെ ആ കിട്ടുന്ന വാല്യൂ അപ്പുറത്തോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് വരുമ്പോൾ ഒരു വാല്യൂ കിട്ടും ഡിക്ക്. കാരണം mu നമുക്കറിയാം, കണ്ടുപിടിക്കാം, ആർ യു കോൺസ്റ്റൻറ്റ്. അപ്പോൾ റൂട്ട് ഓഫ് mu ബൈ ആർ യു
മെയിനായിട്ട് വെച്ചിട്ട് പിന്നെ ബാക്കി സിംപ്ലിഫൈ ചെയ്തൊക്കെ വരുമ്പോൾ യു വിൽ ഗെറ്റ് ഡി. അപ്പോൾ ചോദിക്കും തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ബി കിട്ടത്തില്ലേന്ന്. നമുക്ക് ബി അല്ല വേണ്ട, ഡി ആദ്യം ഫിക്സ് ചെയ്യേണ്ടത്, എന്നിട്ട് ബി ഫിക്സ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ഡി റിക്വയർഡ് എന്ന് പറഞ്ഞെടുക്കുന്നത്. ബിക്ക് ഡിയുടെ ടേംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. വൈ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഇങ്ങനെയാണ്. കാരണം നമുക്ക് ഡി ആദ്യം ഫിക്സ് ചെയ്യണം. ഡിയിൽ എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബീമിനെ സംബന്ധിച്ചിടത്തോളം ഡി സ്മോൾ ഡി ഓവറോൾ ഡെപ്ത് അല്ല, എഫക്റ്റീവ് ഡെപ്താണ് ഉദ്ദേശിക്കുന്നത്. ഈ എഫക്റ്റീവ് ഡെപ്തിൻ്റെ ആ ഡെപ്ത് ഉണ്ടല്ലോ, ഇറ്റ്സ് എ ക്രൂഷ്യൽ ഫാക്ടർ that will decide the moment of resistance, moment of inertia എന്നൊക്കെ പറയുന്നു. വൈ സി ബി ഡി സ്ക്വയർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസും കാളൊക്കെ വിട്ട് കഴിഞ്ഞ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്നൊക്കെ പറഞ്ഞൊരു പോർഷൻ മെക്കാനിക്സ് പഠിക്കുമ്പോൾ അതിനകത്ത് ഡിക്ക് സ്ക്വയറാണ്, ബിക്ക് സ്ക്വയർ അല്ല. അപ്പോൾ കൂടുതൽ കൺസെൻട്രേഷൻ അല്ലെങ്കിൽ എന്താ പറയുക ലിമിറ്റ് ചെയ്ത് വരുന്നത് ഡിക്കാണ്. അപ്പോൾ ഡി ആണ് നമ്മൾ സേഫായിട്ട് വെക്കേണ്ടത് ബിയേക്കാളും. അതുകൊണ്ട് നമ്മൾ ഡി റിക്വയർഡ് ഈസ് ഒബ്റ്റെയിൻഡ്. അപ്പം ഇങ്ങനെയുള്ള ഇക്വേഷൻ നമ്മൾ ആ റൂട്ടൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി റിക്വയർഡ് കിട്ടി. അപ്പോൾ ഡി റിക്വയർഡ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സാക്റ്റ് ഒരു വാല്യൂ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ഡി വെച്ചാൽ മതിയെങ്കിലോ, ആ ഒരു ഡെപ്ത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് അങ്ങോട്ട് ഡിസൈൻ ചെയ്ത് വെച്ചാൽ പോരെ, അത്രയും എക്കണോമിക്കലായിട്ട് പാടില്ല. ആ ഡി റിക്വയർഡിനേക്കാണ് ഒരു ഹയർ വാല്യൂ ഓഫ് ഡി നമ്മൾ അസ്യൂം ചെയ്ത് വെക്കണം, കുറേ കൂടെ സേഫ് ആക്കണം. കാരണം നമ്മുടെ ഡിസൈനും സേഫ് ആവണമല്ലോ. സാധാരണ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഒക്കെ കൂട്ടി, അതും ഇതൊക്കെ കൂട്ടി. ഇനി നമ്മുടെ പ്രൊസീജിയർ സേഫ് ആവണമല്ലോ, അതിന് വേണ്ടി ഡി റിക്വയർഡ് നമ്മളൊരു ഇച്ചിരി ഹയർ വാല്യൂ എടുത്ത് വെക്കും. അപ്പം അതും കഴിഞ്ഞല്ലോ. പിന്നെ മറ്റൊരു കാര്യം ഇതിനകത്ത് ഉണ്ട്, ഈ ഡി റിക്വയർഡ് ഹയർ ആക്കാനുള്ള കാര്യം. കാരണം നിങ്ങൾ പഠിച്ച സമയത്ത് ബാലൻസ് സെക്ഷൻ, ഓവർ റെയിൻഫോഴ്സ് സെക്ഷൻ, അണ്ടർ റെയിൻഫോഴ്സ് സെക്ഷനൊക്കെ പഠിച്ചതാണ്. അപ്പം ഈ റീഡിസൈനിങ് എന്ന് പറയുന്നൊരു പ്രൊസീജിയർ അവോയ്ഡ് ചെയ്യാനും അണ്ടർ റീഇൻഫോഴ്സ് ആയിരിക്കുന്ന ഒരു സെക്ഷൻ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളിവിടെ ഡി റിക്വയർഡ് ഒരു ഹയർ വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി ആണ്. അപ്പോൾ നമ്മൾ സാധാരണ സ്മോൾ ഡി കണ്ടുപിടിച്ചിട്ട് ഔട്ട് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ ഡി കണ്ടുപിടിക്കുന്നത്. ഫിക്സ് ചെയ്യാണല്ലോ. ബാക്കിയുള്ള കേസിലൊക്കെ നമുക്കിതൊക്കെ ഓൾറെഡി കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ ഫിക്സിങ് ആയതുകൊണ്ട് നമ്മൾ ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് സ്മോൾ ഡി കണ്ടുപിടിച്ചിട്ട് അതിനകത്തുനിന്ന് ഒരു ഫൈനലൈസ് ചെയ്ത് ക്യാപിറ്റൽ ഡി സിക്കിൽ ഡി റിക്വയർഡ് പ്ലസ് ഡാഷ് അതിനകത്തുനിന്ന് ഒരു റൗണ്ടഡ് ഓഫ് വാല്യൂ ഇട്ട് ഇപ്പം നമ്മൾ ഈ പറയുന്നത് നമുക്കിപ്പം ഇപ്പോഴും കൃത്യമായിട്ട് അറിയത്തില്ല. കാര്യം എന്താണെന്ന് അറിയാം, ശരിക്കും ക്യാപിറ്റൽ ഡി എന്നൊക്കെ പറയുന്നത് സ്മോൾ ഡി പ്ലസ് കവർ പ്ലസ് 5/2 ആണ്. 5 ഫിക്സ് ആയിട്ടില്ല. അപ്പോൾ ഇവിടെയും ഇത് പൂർണ്ണമായിട്ട് സംഭവിച്ചിട്ടില്ല. ഏത് ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടില്ല. അപ്പം ഡിസൈൻ്റെ സ്റ്റെപ്പുകളിൽ ഇങ്ങനെ പലതും ഇങ്ങനെ പല വഴിക്ക് കിടക്കുകയാണ്. ഏറ്റവും അവസാനം നമുക്ക് മൊത്തം പിക്ചർ കിട്ടത്തുള്ളൂ. ഏത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവത്തിൻ്റെ അത് ഡിസൈൻ്റെ ഒരു പ്രത്യേകതയാണ്. അതാണ് ഈ ഒരു ഇതിൻ്റെ ടോപ്പിക്കിൻ്റെ പ്രത്യേകത. ഇപ്പോൾ വൺസ് ഡി ഈസ് ഫിക്സ്ഡ് ഫൈൻഡ് എക്സാക്ട് ഡി. ഇതിപ്പോൾ ഇവിടെ വെച്ച് നടക്കും. ക്യാപിറ്റൽ ഡി സിക്കിൽ ഡി റിക്വയർഡ്. ഈ ഡി റിക്വയർഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹയർ വാല്യൂ ദാറ്റ് യു ഫൗണ്ട് ഔട്ട് പ്ലസ് യു ആർ അസ്യൂമിങ് എ സ്മോൾ വാല്യൂ റൗണ്ടഡ് ഓഫ് വാല്യൂ ഡാഷ്. അത് ജസ്റ്റ് ഇങ്ങനെ അസ്യൂം ചെയ്തു. എന്നിട്ട് യു വിൽ ഗെറ്റ് ക്യാപിറ്റൽ ഡി. ഇനി എന്താ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് ഡി കണ്ടുപിടിക്കണം. നിങ്ങൾ നേരത്തെ ഡി റിക്വയർഡ് കണ്ടുപിടിച്ചു, ആ ഡി റിക്വയർഡിൽ നിന്ന് കുറച്ചുകൂടെ ഹയർ വാല്യൂ എടുത്തു, എന്നിട്ട് ക്യാപിറ്റൽ ഡി ഫിക്സ് ചെയ്തു. ഇനി എക്സാക്റ്റ് ഡി കണ്ടുപിടിക്കണം. കാരണം സ്മോൾ ഡി എക്സാക്റ്റ് ആയിട്ട് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. കാരണം ക്യാപിറ്റൽ ഡി കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ പിന്നെ റൗണ്ട് ഓഫ് വാല്യൂ ഒക്കെ ചെയ്തു. ഇനി നമ്മളിവിടെ ജസ്റ്റ് എഴുതി വെക്കുകയാണ് സ്മോൾ ഡി ഇത് ഏറ്റവും അവസാനമേ നമുക്ക് കിട്ടത്തുള്ളൂ സ്മോൾ ഡി എന്താണെന്ന്.
കാരണം 5' 5/2 ഒന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ സ്മോൾ ഡി ഇസ് ഇക്വൽ ടു ക്യാപിറ്റൽ ഡി എന്നാലും ഫിക്സ് ചെയ്തു. ക്യാപിറ്റൽ ഡി മൈനസ് കവർ എത്രയാണെന്ന് ഫിക്സ് ചെയ്തു ഇല്ല. ക്യാപിറ്റൽ ഡി മൈനസ് ക്ലിയർ കവർ മൈനസ് 5' മൈനസ് 5/2. ഇത് എഴുതി വെക്കുകയാണ്. നമുക്ക് ഇതിനകത്തൊരു വാല്യൂ കിട്ടുന്നില്ല ഈ സ്റ്റെപ്പിൽ. എന്നിട്ട് വേർ 5' ഈസ് ദ ഡയമീറ്റർ ഓഫ് ഷിയർ സിറപ്പ്. അപ്പോൾ ഷിയർ ഡിസൈനൊന്നും നമ്മൾ നടത്തിയിട്ടില്ല. ഇപ്പോൾ ഷിയറിൻ്റെ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 5' കിട്ടും. മനസ്സിലാകുന്നുണ്ടല്ലോ. ആ 5' നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സ്മോൾ ഡി കിട്ടും. ഓക്കെ ഫൈൻ. അപ്പോൾ ഷിയറിൻ്റെ ഡിസൈൻ നിങ്ങൾ ഏതായാലും ഇതിന് മുന്നേ പഠിച്ചു. ആ ഷിയറിൻ്റെ ഡിസൈൻ ഇതിന് ശേഷം ചെയ്യണം, ഇത്രയും ചെയ്ത് വെച്ചിട്ട്. എന്നിട്ട് ഷിയറിൻ്റെ ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്കൊരു വാല്യൂ കിട്ടും 5'. ആ 5' ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കുമ്പോൾ സ്മോൾ ഡി കിട്ടും. അതാണ് ഇവിടെ പുതിയൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് വരുന്നത്. അതേപോലെ തന്നെ ഈ 5 കണ്ടുപിടിക്കണം. അപ്പോൾ 5 എന്താണ്? ഡയമീറ്റർ ഓഫ് മെയിൻ ടെൻസൈൽ ബാർ. അതെങ്ങനെ കണ്ടുപിടിക്കാം? AST ബാക്കി ഇക്വേഷനൊക്കെ വെച്ചിട്ട് 5 എങ്ങനെ നിങ്ങൾ മുന്നേ കണ്ടുപിടിച്ചോ അതേപോലെ 5 വേറെ രീതിയിൽ ഇവിടെ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ 5ഉം ഈ 5' കണ്ടുപിടിച്ചിട്ട് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ബീമിൻ്റെ ഡിസൈൻ ഇവിടെ തീരുന്നത്. ഇവിടെ കിട്ടിയല്ലോ. ഇതൊരു രീതിയിൽ ചെയ്യുന്നത്. ഇനിയുള്ളത് ഏരിയ ഓഫ് ടെൻഷൻ സ്റ്റീൽ കണ്ടുപിടിക്കുന്ന ഒരു മെത്തഡോളജി. അതായത് നിങ്ങൾ ഇതിന് മുന്നേ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് എങ്ങനെ ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത്രയും ഒരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയ സ്ഥിതിക്ക് ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ നമ്മളെത്തി നിൽക്കുമ്പോൾ ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ഏരിയ ഓഫ് ടെൻഷൻ സ്റ്റീൽ? ടെൻഷൻ സ്റ്റീലിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഇവിടെ നമുക്കറിയാം ഡയമെൻഷൻസ് ഓഫ് ദ ബീം ആർ ഫിക്സഡ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ അറിയാം. ആൻഡ് ദ റിക്വയർഡ് ഏരിയ ഓഫ് ടെൻഷൻ സ്റ്റീൽ ദാറ്റ് ഇസ് AST അതും അറിയാം. ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് സച്ച് ദാറ്റ് ദ അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദ സെക്ഷൻ ഇസ് ഈക്വൽ ടു ദ ഫാക്ടേർഡ് മൊമെൻറ്റ്. തുടക്കത്തിൽ പറഞ്ഞു വന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഫാക്ടേർഡ് മൊമെൻറ്റ് എന്താണ്? മൊമെൻറ്റ് ഫാക്ടർ ചെയ്ത് വെച്ചിരിക്കുന്നു. അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഫെയിൽ ചെയ്യുന്ന സമയത്തുള്ള മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ AST കണ്ടുപിടിക്കുന്നത്. ഈ ജസ്റ്റ് ഇക്വേറ്റ് ഇറ്റ്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അതൊക്കെ മുന്നേ പഠിച്ചിട്ടുള്ള കേസിൽ വെച്ചിട്ടാണ് ഇക്വേഷനൊക്കെ വരുന്നത്. സോ 0.8 AST ഇൻ ടേംസ് ഓഫ് സ്മോൾ ഡി. കാരണം വി ഹാവ് ഡി സ്മോൾ ഡി and as we are going forward with the design procedure in terms of small d we need to require an equation for mu limit. ആ ഇക്വേഷനാണ് ഇവിടെ പറയുന്നത് 0.8 AST സ്മോൾ ഡി മൈനസ് 0.42 extreme max in terms of small d. Now we have AST is equal to mu by 0.87 Fi into d minus 0.42 extreme max, just cross multiplication. അപ്പോൾ ഈ ഇക്വേഷൻ എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്? വി ഹാവ് 3 കണ്ടീഷൻസ് ഫോർ എ ബീം. അത് മുന്നേ പഠിച്ചതാണ്. വി ഹാവ് ബാലൻസ് കണ്ടീഷൻ, വി ഹാവ് അണ്ടർ റെയിൻഫോഴ്സ് കണ്ടീഷൻ, വി ഹാവ് ഓവർ റെയിൻഫോഴ്സ് കണ്ടീഷൻ. So if it is a balanced condition, we will find out the AST as mu by 0.87 Fi bracket small d minus 0.42 extreme max. So if the beam, അപ്പം ചെയ്തു വരുമ്പം there is another condition that you have to find out whether the beam is going to be balanced, under reinforced or reinforced. Once you understand the beam is balanced one, you will find out the AST for that particular cross section or that particular beam as AST is equal to mu by 0.875 d minus 0.42 extreme max. I think that is clear. Again there is a twist. There is a condition that we might get the beam to be under reinforced, or we will get a condition that we are going to design it as an under reinforced section. If you are going to design it as an under reinforced section, then we calculate AST as
mu is equal to 0.87 fi ast d into 1 minus fi by bd ast by fck. This particular equation is given in clause G.1b of IS 456 in the page number 96. Now, in this particular equation, you will get a quadratic equation in terms of AST, which should be solved later on to find out AST. Hope it is clear. Now, we'll come to types of problems. ഈ ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റ് വെച്ചിട്ട് ഡിസൈൻ്റെ കൺസെപ്റ്റുകൾ വെച്ചിട്ട് എന്തൊക്കെ തരം പ്രോബ്ലംസ് നിങ്ങൾക്ക് വരാം, ആ പ്രോബ്ലംസ് എങ്ങനെ ഫേസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്യും, അത് കാണാം. അപ്പം അതിന് വി ഹാവ് 2 kinds of problems. ഗിവൺ കണ്ടീഷൻ ഉണ്ടാകും, പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഹാവ് ടു ഡിറ്റർമിൻ ദ ഏരിയ ഓഫ് ടെൻസൈൽ സ്റ്റീൽ. അല്ല, അതെപ്പോഴും ഉണ്ട്. ബട്ട് ദ കണ്ടീഷൻ ഈസ് ദാറ്റ് യു വിൽ ബി ഗിവൺ സ്മോൾ ബി, യു വിൽ ബി ഗിവൺ സ്മോൾ ഡി, ആൻഡ് യു വിൽ ബി ഗിവൺ mu. ദാറ്റ് ഈസ് മോമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. അത്രയും കാര്യങ്ങൾ ക്ലിയർ. അങ്ങനെ ഒരു കേസ് നിങ്ങൾക്ക് തരാം. ഇതുവരെ നിങ്ങൾ കണ്ടതെന്ന് വെച്ചാൽ ബേസിക് ജനറൽ കൺസെപ്റ്റാണ്. ഹൗ വിൽ യു അപ്രോച്ച് ദ ഡിസൈൻ. ഇനിയിപ്പം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള പ്രോബ്ലംസും അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തിപ്പം ഓൾ ദ കേസസ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഏരിയ ഓഫ് സ്റ്റീൽ. ബട്ട് ഇൻ യുവർ കേസ് വെൻ ബി ഈസ് ഗിവൺ, ഡി ഈസ് ഗിവൺ, mu ഈസ് ഗിവൺ. അപ്പോൾ അതാണ് ആ കേസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നമുക്കിപ്പോൾ കാണാം. അതിനു മുന്നേ മറ്റൊരു കേസ് കൂടെ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക. മറ്റേ കേസ് എന്താണ്? യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡയമെൻഷൻ. എന്ത് ഡയമെൻഷൻ? ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ. എപ്പോൾ? യു ആർ ഗിവൺ ഏരിയ ഓഫ് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ്. AST തന്നിട്ടുണ്ട്, ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കണം. അതൊരു കേസ്. ഇപ്പോൾ മനസ്സിലാക്കാൻ പോണ കേസ് എന്താ? ഡിറ്റർമിനിങ് ഏരിയ ഓഫ് ടെൻസൈൽ സ്റ്റീൽ if small b, small d and mu are given. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാവുന്ന കേസ് സ്മോൾ ബി, സ്മോൾ ഡി, mu എന്താണെന്നറിയാം, ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കണം. അപ്പോൾ അതാ ഒരു ഡിസൈൻ പ്രൊസീജിയറാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം എന്ത് ചെയ്യും, എങ്ങനെയാണ് സ്റ്റെപ്പുകൾ എഴുതേണ്ടത്? ആദ്യമേ ഫൈൻഡ് ഔട്ട് xu max by d. ഡിറ്റർമിൻ xu max by d. കാരണം നിങ്ങൾക്ക് ഡി അറിയാം, പി അറിയാം, mu അറിയാം. ഡി ടി. ഇനി xu max by d എന്ന് പറയുന്നത് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നിങ്ങൾ അധികം ഇതാക്കുകയൊന്നും വേണ്ട. യു ഹാവ് എ പർട്ടിക്കുലർ ഗ്രേഡ് ഓഫ് സ്റ്റീൽ. ഒരു പർട്ടിക്കുലർ സ്റ്റീലിൻ്റെ ഗ്രേഡ് ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാം. നിങ്ങളതാണ് ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുമ്പോൾ യു ഹാവ് ടേബിൾ 4.2 or clause 38.1 in IS code or IS 456. അതിൻ്റെ പേജ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിങ്ങൾ നോക്കിയെടുക്കുക. കാരണം ക്ലോസ് 38.1 ആണ്, മറിച്ച് യു വിൽ ഗെറ്റ് ദ പേജ്. ഓക്കെ, ഇതിനകത്തുനിന്ന് യു വിൽ ഗെറ്റ് xu max by d. യു നോ ഡി. ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്റ്റീലിന് xu max by d എന്താണ് എന്ന് കോഡിലുണ്ട്. അതിനകത്തുനിന്ന് xu max ഒക്കെ സുഖമായിട്ട് കണ്ടുപിടിക്കാം. കാരണം ഡി അറിയാം, xu max by d അറിയാം. അപ്പോൾ xu max കിട്ടി. അവിടെ നിൽക്കട്ടെ. We'll go into the procedure wise step by step procedure. അപ്പോൾ അടുത്ത കേസ് വി ആർ ഡിറ്റർമിനിങ് ദ ലിമിറ്റിംഗ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്, ദാറ്റ് ഇസ് mu ലിമിറ്റ്. അപ്പോൾ ഇവിടെ mu ലിമിറ്റാണ് കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് യു ഹാവ് xu max by d വിത്ത് യു. യു ഹാവ് എ വാല്യൂ ഫോർ xu max by d ആൻഡ് അക്കോർഡിംഗ് ടു മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻസ് യു ക്യാൻ ഫൈൻഡ് വാട്ട് ഇസ് xu max. അതും അവിടെ നിൽക്കട്ടെ. But in expressions that follow, you will have to substitute the value for xu max by d directly. So you have xu max by d as such. പറയണ മനസ്സിലാകുന്നുള്ളൂ. ഇപ്പോൾ സാധാരണ മാത്സ് ഒക്കെ ചെയ്യുന്ന പ്രൊസീജിയറും ബാക്കി പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ xu max by d അറിയാം. xu max by d is equal to 0.456. So xu
D അറിയാം. So XU max is equal to D into 0.456. So XU max is equal to ഒരു വാല്യൂ കണ്ടുപിടിച്ച് വെച്ചു. അങ്ങനല്ല ഇവിടെ ചെയ്യേണ്ടത്. Design is something different. You have simpler procedures, but the step can be followed if you don't complicate things by making or trying to make your own methodologies. I think it is clear. So in the next step, you have mu limit is equal to 0.36 FCK XU max by D into 1 minus 4.2 XU max by D BD square. In this, you have XU max by D as the expression itself. So in the previous step, you have XU max by D. XU max by D ഇവിടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. Okay, fine. You have to find out the limiting moment of resistance mu limit. So 0. FCK അറിയാം, XU max by D അറിയാം, B തന്നിട്ടുണ്ട്, Dയും തന്നിട്ടുണ്ട്. So find out mu limit, limiting moment of resistance. ഈ ഇക്വേഷൻ എവിടെ കിട്ടിയെന്ന് വെച്ചാൽ you will get it in clause G.1 C IS 456. Check the page. Okay, I'll just give you the time. You have the code with you. Check it. Okay, fine. Now, compare mu and mu limit. Now, in this, mu was given. This is a type 1 problem. And in this type 1 problem, you have determining area of tensile steel if B, D and mu are given. So, now you found out mu limit. You have it to mu and mu limit. Now you compare. And why do you compare? You have to know whether it is under-reinforced section, over-reinforced section or balanced section. So you have to compare mu and mu limit. Only then you will understand that. Hope it is clear. Now if you compare mu and mu limit, if you find mu to be equal to mu limit, the section is balanced. And in a balanced section, you have another equation for AST. You have, for each section, you have each equation or separate equation for separate ASTs. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ വെറുതെ ഒരു ASTക്ക് ഒരു ഇക്വേഷൻ, വെറുതെ ഒരു അങ്ങനല്ല. The condition says they are balanced. If mu is equal to mu limit, you have AST is equal to mu by 0.87FY into D minus 0.42 XU max. ഇതൊരു ഇക്വേഷനാണ്. mu is equal to mu limit ആണെങ്കിൽ ഇതാണ് ASTയുടെ ഇക്വേഷൻ. വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്. Or AST is equal to 0.36 FCK B XU max by 0.87 FY. പഠിച്ചു വെച്ചാൽ ഈ ഒരു കണ്ടീഷൻ, ഈ സ്റ്റെപ്പുകളൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈ സ്റ്റെപ്പ് പഠിച്ചാൽ മതി, ഏത് പ്രോബ്ലം ചെയ്യാം. ഈ മെത്തഡോളജി, അതായത് ടൈപ്സ് ഓഫ് പ്രോബ്ലംസിനകത്ത് തന്നിരിക്കുന്ന ഈ മെത്തഡോളജി കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ ഇത് പഠിച്ചിട്ട് പ്രോബ്ലത്തിലേക്ക് പോകണമെന്ന് പറയുന്നത്. ഇനി അടുത്ത കണ്ടീഷൻ എന്താ? mu ക്യാൻ ബി ലെസ് ദാൻ mu ലിമിറ്റ്. ഇപ്പോൾ ഈക്വൽ ടു കഴിഞ്ഞ് മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ക്യാൻ ബി ലെസ്സർ ദാൻ, മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ് അല്ല, ഫാക്റ്റേർഡ് മൊമെൻറ്റ് ക്യാൻ ബി ലെസ്സർ ദാൻ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഇൻ സച്ച് എ കണ്ടീഷൻ ഇറ്റ് ഇസ് ആൻ അണ്ടർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ. അപ്പോൾ അങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ you just substitute mu is equal to 0.87 FI AST B 1 minus AST FI BD FC. ഇത് ഈ ഇക്വേഷൻ ഫോളോ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് mu അറിയാം. You can find out AST. mu നിങ്ങൾക്ക് അറിയാം, തന്നിട്ടുണ്ട്. FI കോൺസ്റ്റൻ്റ് ആണ്, FCK കോൺസ്റ്റൻ്റ് ആണ്, B യും D അറിയാം. ഫൈൻഡ് ഔട്ട് AST. അപ്പോൾ ഈ ഇക്വേഷൻ എവിടെ ഉണ്ട്? ക്ലോസ് G1.1 B IS 456. ഈ ഇക്വേഷൻ ഇതാണ്. പഠിച്ചു വെച്ചാൽ മതി, ഈ സ്റ്റെപ്പ് പഠിച്ചാൽ മതി, ചെക്ക് ചെയ്യുക, എഴുതുക. വി ഹാവ് വൺ മോർ കണ്ടീഷൻ ദാറ്റ് mu ക്യാൻ ബി ഗ്രേറ്റർ ദാൻ mu ലിമിറ്റ്. അതായത് ഫാക്റ്റേർഡ് മൊമെൻറ്റ്, ദ മൊമെൻറ്റ് ആഫ്റ്റർ getting factored that will actually act upon the beam which we consider if it is greater than the resistance that can be provided by the beam. The section is over reinforced, and that means that the section
cannot withstand the moment that is going to actually come on the beam. So we have to redesign the under reinforced section, or we have to redesign the section, or else we have to go for a doubly reinforced section. ഇനി അതുകൂടെ ഞാൻ ക്ലിയർ ആക്കി തരാം. See, in redesigning, what do? In redesigning, we increase the small d, അല്ലെങ്കിൽ ഡെപ്ത് കൂട്ടുകയാണ് റീഡിസൈനിൽ ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഡെപ്ത് കൂടിക്കഴിയുമ്പോൾ നമുക്കത് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി വരും. There are cases when you cannot increase the depth. ഡെപ്ത് കൂട്ടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലാത്ത സാഹചര്യങ്ങൾ വരും ഒരു കൺസ്ട്രക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ മൊമെൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ ഡബിൾ റീഇൻഫോഴ്സ് സെക്ഷൻ. അപ്പോൾ ഡബിൾ റീഇൻഫോഴ്സ് സെക്ഷൻ ഇവിടെ പഠിച്ചിട്ടില്ല ഇതുവരെ, പഠിക്കുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ഇത്ര അറിയണം എപ്പോഴാണ് ഡബിൾ റീഇൻഫോഴ്സിന് പോകുന്നത്. സിംഗിൾ റീഇൻഫോഴ്സ്ഡ് കേസിൽ ഓവർ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസിനേക്കാളും കൂടുതൽ ഫാക്റ്റേർഡ് മൊമെൻ്റ് വരുമ്പം ആ മൊമെൻ്റ് എടുക്കാൻ നമുക്ക് ഡെപ്ത് കൂട്ടിക്കൊടുക്കാം സാധാരണഗതിയിൽ. പക്ഷെ അങ്ങനെ ഡെപ്ത് കൂട്ടിക്കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ആ ഡെപ്ത് തന്നെ വെച്ചുകൊണ്ട് ഇതിൻ്റെ കപ്പാസിറ്റി ഓഫ് റെസിസ്റ്റൻസ് ഓർ കപ്പാസിറ്റി ഓഫ് റെസിസ്റ്റിംഗ് ദ മൊമെൻ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ there is only one way. You have to make it a doubly reinforced section where steel reinforcement is provided also in the compression zone in addition to tension zone. That is the concept. ഇത്രയും കൺസെപ്റ്റ് ക്ലിയർ ആയി. അപ്പോൾ പ്രോബ്ലം ടൈപ്പ് 1, the concept, the step, etc. is clear. ഈ സ്റ്റെപ്പ് എഴുതി കാണാൻ പഠിക്കണം, അത് വേണം. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെൻ എ പ്രോബ്ലം കംസ് യു ക്യാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഓർ ഫോളോ എ പ്രൊസീജിയർ ആൻഡ് യു വിൽ ഗെറ്റ് ദ ആൻസർ. ഇനി അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നമുക്ക് വരാൻ സാധ്യതയുള്ളത്, വി ഹാവ് ടു ഡിറ്റർമിൻ ദ ഡയമെൻഷൻസ് ഓഫ് ദ ബീം and the area of tensile reinforcement. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബീമിൻ്റെ ഡയമെൻഷൻസ് ഇവിടെ ചിലപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും, പിന്നെ എ എസ് കണ്ടുപിടിക്കേണ്ടി വരും. ഈ ഒരു കൺസെപ്റ്റ് എങ്ങനെ സോൾവ് ചെയ്യും, ഈ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്ത് ഡിസൈനിലേക്ക് എത്തിച്ചേരാം എന്ന് പറയുന്നതിന് തൊട്ട് മുന്നായിട്ട് ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. അതെന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഫിഗറൊന്നും വേണമെന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഒരു പർട്ടിക്കുലർ ബീം 3 ഡയമെൻഷനിലാണ്. ക്രോസ് സെക്ഷൻ നിങ്ങൾക്കറിയാം, ഒരു സ്ക്വയറോ റെക്റ്റാങ്കിളോ ഒക്കെ ആയിരിക്കും ആ ബീമിന്. അതിൻ്റെ ഒരു ലെങ്ത് കാണും. അപ്പോൾ 3 ഡയമെൻഷനിലായിരിക്കുന്ന ഒരു ബീം അസ്യൂം ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് ജസ്റ്റ് മേലോട്ട് നോക്കിയാലും മതി. ഒരു ബീം കാണുക, എവിടെയായാലും ഒരു ബീം നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ ഒരു തടി കഷ്ണം കൺസിഡർ ചെയ്താലും മതി, വുഡൻ ബീം നിങ്ങൾ കൺസിഡർ ചെയ്താലും മതി. തടിയുടെ ഒരു വുഡൻ ബീം, ഒരു പീസ്, അത് നിങ്ങൾ MT ലാബിൽ പണ്ട് ഈ പറഞ്ഞ കണക്ക് ഇത് ചെയ്യത്തില്ല, എന്താ ബീമിൻ്റെ ഫ്ലെക്ചർ, വുഡൻ ബീമിൻ്റെ ഫ്ലെക്ചറൽ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ സപ്പോർട്ട് ചെയ്ത് വെക്കും. എങ്ങനെ? അതേപോലത്തെ ഒരു കേസ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ട ഇതാണ്, ഒരു ബീം ഇങ്ങനെ വെച്ചിരിക്കുന്നു. അത് വെറുതെ നിൽക്കാൻ പറ്റും ഒരു ബീമിന്, ബീം സപ്പോർട്ട് ചെയ്യണം. അപ്പം ബീം സപ്പോർട്ട് ചെയ്യുന്നത് വേറെ, ആ ബീം വെറുതെ നിൽക്കുന്നത് വേറെ. ഇപ്പോൾ ഒരു ബീമിന് ലെങ്ത്തും ഉണ്ട്, എഫക്റ്റീവ് ലെങ്ത്തും ഉണ്ട്. S3 പഠിച്ചോ എന്ന് എനിക്കറിയില്ല, ഞാനിവിടെ പറയാം. നിങ്ങൾ അതിനകത്ത് MT ലാബിൽ ഇതൊക്കെ കൺസെപ്റ്റ് ക്ലിയർ ആക്കേണ്ടതാണ്. ഒരു ബീം
ബീം മാത്രമായിട്ട് അതിൻ്റെ ലെങ്ത് മാത്രമായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ലെങ്ത് ഓഫ് ദ ബീമാണ്. അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് പറയണമെന്നുണ്ടെങ്കിൽ എന്താ, ഒരു ബീമിന് എഫക്റ്റീവ് ലെങ്ത് മാത്രമായിട്ട് പറയണം. ലെങ്ത് വേറെ, എഫക്റ്റീവ് ലെങ്ത് വേറെ. ഈ എഫക്റ്റീവ് ലെങ്ത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ബീമിൻ്റെ എൻഡുകളായിരിക്കുമല്ലോ സപ്പോർട്ട് ചെയ്യുന്നത്. അത് എവിടെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നോ ആ സപ്പോർട്ട് തമ്മിലുള്ള അകലം, അതാണ് ഈ പറയുന്നത് നമുക്ക് എഫക്റ്റീവ് ലെങ്ത്. പക്ഷെ ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്യണം അതിനകത്ത്. സപ്പോസ് വി ഹാവ് ടു, ഇപ്പം നമ്മൾ ഈ ബീമിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന രണ്ട് എൻഡിൽ നമ്മൾ രണ്ട് കോളം കൊണ്ടാണ് സപ്പോർട്ട് ചെയ്തതെന്ന് വിചാരിക്കുക. രണ്ട് കോളം വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിൽ വെച്ചിട്ടാണ് ഈ ബീം, വുഡൻ ബീം സപ്പോർട്ട് ചെയ്തിട്ട് രണ്ട് ചെറിയ കോളം വുഡൻ പീസ് തന്നെ കൂട്ടിക്കും. അതും 3 ഡയമെൻഷനാണ്. അതിനും ക്രോസ് സെക്ഷനും ഉണ്ട്, ലെങ്ത്തും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് സ്പാൻ എന്താ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അങ്ങനെ പറയുമ്പോൾ വേറെ കാര്യം കൂടെ ഓർക്കണം. ഈ ബീം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് ചെയ്തിരിക്കുക ഈ ഇതിൽ. അതായത് ഈ വുഡൻ കോളം രണ്ടറ്റത്തും ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ഈ ബീം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് ഈ വുഡൻ രണ്ട് കോളത്തിൽ നിൽക്കുകയാണ്. ഇങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് അല്ലെങ്കിൽ എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് ആ രണ്ട് എൻഡിലുള്ള കോളത്തിൻ്റെ മിഡിൽ നിന്നുള്ള ടോട്ടൽ ലെങ്താണ്. രണ്ട് എൻഡിലും കോളമുണ്ട്, ആ കോളത്തിനൊരു മിഡ് പോർഷൻ ഉണ്ടല്ലോ. അപ്പം മിഡിൽ ടു മിഡിൽ ലെങ്താണ് ഇവിടെ എഫക്റ്റീവ് ലെങ്ത് അല്ലെങ്കിൽ എഫക്റ്റീവ് സ്പാൻ കൊണ്ട് ഉദ്ദേശിക്കും. ശരിക്കും ആ ബീമിൻ്റെ ലെങ്ത് ചിലപ്പോൾ ആ മിഡ് ടു മിഡിനേക്കാളും കൂടുതലായിരിക്കും. അതായത് രണ്ട് സപ്പോർട്ടുള്ളിടത്തു നിന്ന് സപ്പോർട്ടിൻ്റെ മിഡ്, ഒരറ്റത്തെ സപ്പോർട്ടിൻ്റെ മിഡിൽ പോർഷൻ ടു മറ്റേ അറ്റത്തെ സപ്പോർട്ടിൻ്റെ മിഡിൽ പോർഷൻ വരെയുള്ള ലെങ്താണ് എഫക്റ്റീവ് സ്പാൻ, അല്ലെങ്കിൽ അതാണ് എഫക്റ്റീവ് ലെങ്ത്. അപ്പോൾ ഒരു കൺസിഡറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടറ്റത്ത് ഒരേ ക്രോസ് സെക്ഷനും വലിപ്പമുള്ള ഇതായിരിക്കണം നിർബന്ധമൊന്നുമില്ല. മിഡ് ടു മിഡാണെന്ന് മാത്രമേ ഉള്ളൂ സ്പാൻ, എഫക്റ്റീവ് സ്പാനിൻ്റെ കൺസെപ്റ്റ്. വൺ മിഡിൽ പോർഷൻ ടു അതർ മിഡിൽ പോർഷൻ, അതിൻ്റെ ലെങ്ത് എത്ര വന്നാലും അത് എഫക്റ്റീവ് സ്പാൻ ഉണ്ടാകും. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ശരിക്കും ലെങ്ത് എടുക്കുന്നതല്ല ഇവിടെ സ്പാൻ. ശരിക്കും ഇപ്പം ബീമിൻ്റെ ടോട്ടൽ ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു സ്പാൻ നമുക്ക് പറയാം. ലൈൻ ഡയഗ്രാം വരയ്ക്കുകയാണെന്ന് വെച്ചു. ലൈൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എഫക്റ്റീവ് സ്പാൻ അല്ല കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബീം വിത്ത് സപ്പോർട്ടഡ് അറ്റ് ബോത്ത് എൻഡ്സ് ബൈ അതും ലൈൻ ഡയഗ്രാം വരയ്ക്കുന്നത്. ആക്ച്വൽ കേസ് വരുമ്പോൾ 3 ഡയമെൻഷനിലായി. അന്നേരം വി ഹാവ് എ കൺസെപ്റ്റ് നോൺ ആസ് എഫക്റ്റീവ് സ്പാൻ ആൻഡ് ടോട്ടൽ സ്പാൻ. എവറിത്തിങ് ഈസ് ഡിഫറൻറ്റ്. എനിക്ക് തോന്നുന്നു ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയറായി. അത്രയും ക്ലിയർ ആക്കി കഴിഞ്ഞ ശേഷമേ നമുക്കിനി അടുത്തതിലേക്ക് ഈ ഇതിൻ്റെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ അപ്പോൾ എഫക്റ്റീവ് സ്പാൻ മനസ്സിലായി. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു വരാം. ഡിറ്റർമിനിങ് ഡയമെൻഷൻസ് ഓഫ് ദ ബീം ആൻഡ് ഏരിയ ഓഫ് ടെൻസൈൽ reinforcement, and if mu is not given we have to find out mu. അപ്പം നമുക്കിപ്പം ഒന്ന് ബീമിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കണം, ഏരിയ ഓഫ് ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കണം. പിന്നെ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ എന്ത് വാല്യൂ ഉണ്ട്? mu ഉണ്ട്. ഇപ്പോൾ എങ്ങനെ? ചിലപ്പോൾ ലോഡ് എത്ര വരുന്നു, സ്പാൻ എത്ര വരുന്നു എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അറിയാതെ പറ്റത്തില്ലല്ലോ. സ്പാൻ അറിയാം, ലോഡ് അറിയാം, ബീമാണ്, സപ്പോർട്ട് എന്താണെന്നും അറിയാം. അപ്പം അങ്ങനെ വരുമ്പോൾ യു ക്യാൻ ഫൈൻഡ് ഔട്ട് mu.
S3 പഠിച്ച ഫോർമുല വെച്ച് WL² വെച്ച് ഇപ്പോൾ UDയിലാണ് കണ്ടുപിടിക്കാം. പോയിന്റിലാണെങ്കിൽ അതിനനുസരിച്ച് ഉള്ള ഇക്വേഷൻ വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ മാറി വരുന്ന ഇക്വേഷൻ വെച്ചിട്ട് അത്രയും കണ്ടീഷനേ വരുന്നുള്ളൂ. ഒന്നെങ്കിൽ UDയിൽ വരും, അല്ലെങ്കിൽ സിംഗിൾ പോയിന്റിലോട് വരും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പോയിന്റിലോട് വരും. അത്രയൊക്കെ പഠിച്ചു വെച്ചാൽ മതി. അല്ലാതെ S3 കംപ്ലീറ്റ് കാര്യമൊന്നും പഠിക്കണ്ട. സിംപ്ലി സപ്പോർട്ടഡ് ആയിരിക്കുന്ന കണ്ടീഷനിൽ സാധാരണഗതിയിൽ UDയിൽ വരുമ്പോൾ WL² അത് എന്തായാലും കോമൺ ആയിട്ട് നമ്മുടെ എല്ലാ പ്രൊസീജിയറിലും അഡോപ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ സിംഗിൾ പോയിന്റിലോട് വരുമോ മൾട്ടിപ്പിൾ പോയിന്റിലോട് വരുമോ ഒക്കെ ചെയ്ത് വരുന്ന കേസുകളും പഠിച്ചു വെക്കുക. അതിൽ കൂടുതലൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ബാക്കി പഠിക്കേണ്ട മീൻസ് പെട്ടെന്ന് എടുത്ത് ചെയ്യേണ്ട കാര്യം ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ S3 എല്ലാം ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഓർക്കാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾക്കിവിടെ മുന്നോട്ട് പോകാം. ഇൻ ദ കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ അസ്യൂം നമ്മളിവിടെ MU കണ്ടുപിടിച്ചു. വി ഹാവ് ആൻ MU. അത് കഴിഞ്ഞിട്ട് വി ഹാവ് ഗോയിങ് ടു അസ്യൂം എ സ്യൂട്ടബിൾ വാല്യൂ ഓഫ് ഡെപ്ത് ആൻഡ് വിഡ്ത്ത്. നേരത്തെ ചെയ്ത കണക്ക് ഡെപ്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യാൻ പോവാണ്. വിഡ്ത്ത് എത്രയാണെന്നും അസ്യൂം ചെയ്യാൻ പോവാണ്. അപ്പം തുടക്കത്തിൽ ടു സ്റ്റാർട്ട് വിത്ത് വി ആർ ഗോയിങ് ടു അസ്യൂം ദ ഡെപ്ത് ഓഫ് ദ ബീം ആസ് വാട്ട് വി ഹാവ് L/12 to L/15 and width may be taken as 1/2 to 1/3 of the depth. അപ്പോൾ നിങ്ങൾ നേരത്തെ ഒരു കൺസെപ്റ്റ് കണ്ട ഓർമ്മയുണ്ടല്ലോ. വിഡ്ത്ത് എന്ന് പറയുന്നത് D/2 to D/3 ആണ്. D ഡെപ്ത് ആണ്. അപ്പോൾ വിഡ്ത്ത് അല്ലെങ്കിൽ B = D/2 to D/3. അത് കൺസെപ്റ്റ് മനസ്സിലിടേണ്ടത്. B = D/2 to D/3. ഇനി D എത്ര? D = L/12 to L/15 where L is effective span. ടോട്ടൽ സ്പാൻ അല്ല, മിഡ് ടു മിഡ് ഓഫ് സപ്പോർട്ട്, അതാണ് എഫക്റ്റീവ് സ്പാൻ. അപ്പോൾ L/12 to L/15. അപ്പോൾ ഇത് ആണ് നമ്മുടെ അസ്യൂം ചെയ്യണം. സ്പാൻ കൂടെ കിട്ടുമ്പോൾ നമുക്ക് D അസ്യൂം ചെയ്യാൻ എളുപ്പമുണ്ട്. എന്താ പറയുക, നമുക്ക് D അറിയത്തില്ല. അപ്പോൾ D അസ്യൂം ചെയ്യുമ്പോൾ സ്പാൻ്റെ 1/12 to 1/15 അസ്യൂം ചെയ്യും. ഇനി സ്പാൻ്റെ 1/12 to 1/15 D കിട്ടിയല്ലോ. ഇനിയിപ്പോൾ B കിട്ടാനാണ് പാട്. B കിട്ടാൻ എന്ത് ചെയ്യണം? ഡിയുടെ 1/2 to 1/3 അസ്യൂം ചെയ്യണം. അതായത് നമുക്ക് പല വാല്യൂസ് കിട്ടും. ഇപ്പം 1/2 ചെയ്ത് കഴിഞ്ഞ ഒരു വാല്യൂ കിട്ടും, 1/3 ചെയ്ത് കഴിഞ്ഞ ഒരു വാല്യൂ കിട്ടും. ഇതിനകത്ത് ഒരു സ്യൂട്ടബിൾ ആയിരിക്കുന്ന നമുക്ക് തോന്നുന്ന ഒരു പെർഫെക്റ്റ് വാല്യൂ നമ്മളങ്ങ് ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് അതിനനുസരിച്ചുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഇല്ലെങ്കിൽ ഡെപ്ത് കൂട്ടി കൊടുക്കും. അപ്പോൾ പിന്നെ സേഫ് ആയിരിക്കുമല്ലോ. നിൽക്കുന്നുണ്ടെങ്കിൽ മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസും ബാക്കി കാര്യങ്ങളൊക്കെ ഇത് കണക്ക് ബാക്കി മൊമെൻ്റൊക്കെ എടുക്കുന്നുണ്ടെന്ന് ചിക്കൻ മനസ്സിലായി കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, അത് നിൽക്കട്ടെ. അല്ലെങ്കിൽ എന്താ പറയുക, അതിനനുസരിച്ചുള്ള AST എത്ര വേണം. ഇപ്പം നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇന്ന ഡയമെൻഷൻസുള്ള ഡെപ്തും ഇന്ന ഡയമെൻഷനുള്ള വിഡ്ത്തും അസ്യൂം ചെയ്തു. അങ്ങനെ നിൽക്കുന്നൊരു ക്രോസ് സെക്ഷന് ഇന്ന മൊമെൻ്റ് ഓഫ് റെസിസ്റ്റൻസോ അല്ലെങ്കിൽ ഇന്ന മൊമെൻ്റ് ആക്ട് ചെയ്യുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ എത്രത്തോളം സ്റ്റീൽ വേണം എന്ന് നമ്മൾ ഈ പ്രൊസീജിയർ വഴി കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു കറക്റ്റ് ആൻസർ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സ്റ്റെപ്പ് കറക്റ്റ് ആയിരിക്കണം. പ്രോബ്ലം ആൻഡ് ആൻസർ ഫിക്സേഷൻ ഇല്ല, സ്റ്റെപ്പാണ് ഇവിടെ പ്രധാനം. പറയണ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇത്ര എത്തിയോണ്ട് പറയാം. ഫസ്റ്റ് യു ഫിക്സ്ഡ് ഡയമെൻഷൻ. അപ്പോൾ പലർക്കും പല ഫിക്സേഷൻ കാണും, എല്ലാവർക്കും ഒരേ ആൻസർ വരത്തില്ല. പലരും പല ഡയമെൻഷന് ഫിക്സ് ചെയ്യും. കുഴപ്പമില്ല, നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന ഡയമെൻഷന് എത്ര മൊമെൻ്റ് വരുന്നുണ്ടെന്ന് നോക്കിയിട്ട് ആ മൊമെൻ്റ് എടുക്കാൻ എത്ര ASTയും എത്ര ഡയമെൻഷനും എത്ര ഡയമീറ്ററുള്ള ബാറ് വേണമെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രോബ്ലം ഒന്നുമില്ലല്ലോ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ പ്ലീസ് ലെറ്റ് us കം ബാക്ക് ടു ദ പ്രൊസീജിയർ. ആ പ്രൊസീജിയറിൽ നമ്മൾ L/12 ഇപ്പോൾ ഇത് ഫിക്സ് ചെയ്തു. ഇനിയിപ്പം സെൽഫ് ഹൈറ്റ് ഓഫ് ദ ബീം കണ്ടുപിടിക്കേണ്ടി വരും. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്
total load also by adding imposed loads to sulfate. അപ്പോൾ അടുത്ത കൺസെപ്റ്റ് വന്നു, എങ്ങനെ സൾഫേറ്റ് കണ്ടുപിടിക്കും. ഇത് നിങ്ങൾക്ക് അറിയാം, ഒരു ബീം എന്ന് പറയുന്ന ക്രോസ് സെക്ഷൻ ബി അറിയാം, ഡി അറിയാം. ക്രോസ് സെക്ഷൻ കിട്ടി, ലെങ്ത് അറിയാം, ബി ഇൻറ്റു ഡി ഇൻറ്റു എൽ ഇസ് വോളിയം. ഓക്കെ, ഡെൻസിറ്റി ഇസിക്കൽ ടു മാസ് ബൈ വോളിയം. കിട്ടിയില്ലേ? മാസ് കിട്ടിയില്ലേ? അപ്പോൾ ഡെൻസിറ്റി അറിയണം. ഡെൻസിറ്റി ഇസിക്കൽ ടു മാസ് ബൈ വോളിയം. വോളിയം കിട്ടി, ഡെൻസിറ്റി അറിയണം. ഡെൻസിറ്റി of reinforced concrete is always equal to 25 kilonewton per meter cube.